നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ചോദ്യം നോക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ നിർണായകമായ ഒരു ഏടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1, ഗാന്ധിജിയുടെ ആ ഫേമസ് ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം അത് ഈ സമരത്തിന്റെ ഭാഗമായിരുന്നോ? രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് 2, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചത് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സെഷനിൽ വെച്ചാണോ? ഇനി സ്റ്റേറ്റ്മെന്റ് 3, ഗാന്ധിജി ഈ സമരത്തെ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു എന്നത് ശരിയാണോ? നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ശരി, നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡു ഓർ ഡൈ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആവേശം വരും, അല്ലേ? അതെ, സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ട ആ സമരത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു മുദ്രാവാക്യമായിരുന്നു അത്. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. അതിൽ കുറഞ്ഞൊന്നിനും തയ്യാറല്ലാന്നൊരു മെസ്സേജായിരുന്നു അത്. സോ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബോംബെ സെഷൻ. ആഹാ, ഇതും 100% ശരിയാണ്. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിലെ ഗുവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ആ ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നത്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെ ഗതി തന്നെ മാറ്റിയൊരു തീരുമാനമായിരുന്നു അത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇവിടെയാണ് കളി മാറുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റാൻ ചാൻസ്. പിൻതീയതിയിട്ട ചെക്ക്. ഗാന്ധിജി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അത് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചായിരുന്നില്ല. അത് ക്രിപ്സ് മിഷനെക്കുറിച്ചായിരുന്നു. ഇന്ത്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരാതെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം എന്ന ബ്രിട്ടീഷുകാരുടെ പൊള്ളയായ വാഗ്ദാനത്തെയാണ് അദ്ദേഹം എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ഫെയിലിംഗ് ബാങ്ക് എന്ന്, അതായത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് പരിഹസിച്ചത്. അപ്പോൾ മനസ്സിലായില്ലേ, സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. ഇതാണ് ഈ ചോദ്യത്തിലെ ആ ഒരു ട്വിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫൈനൽ അനാലിസിസ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായ സ്ഥിതിക്ക് ആ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വരുമ്പോൾ 1ഉം 2ഉം മാത്രം ശരിയായി വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. സിമ്പിൾ. കണ്ടില്ലേ, ഒരു ഫാക്ട് കൃത്യമായി അറിയാമെങ്കിൽ എലിമിനേഷൻ വഴി നമുക്ക് ഈസിയായിട്ട് ശരിയായ ഉത്തരത്തിൽ എത്താൻ പറ്റും. അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം.